ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ഉച്ചയായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വറുത്തരച്ച കടലക്കറീൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. പിന്നെ സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇനി മുതൽ രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കുറച്ച് സമയമൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം വേഗം തന്നെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻഡസ് വാലിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചീനച്ചട്ടിയും നല്ല സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാനതിൽ കുറച്ച് റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പ്രോഡക്റ്റ് മേടിക്കാനാണെങ്കിലും അത് മേടിക്കാനാണെങ്കിലും സഹറു 12 എന്നുള്ള ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതല്ലാതെ വേറെയും കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സോസ് പാൻ, ഈ ഒരു കടായി, ഇതിനൊക്കെ നല്ല മൂടിയും കൂടിയാണ് കേട്ടോ വരുന്നത്. സിലിക്കണാണ് ഇതിൻ്റെ ആ ഒരു പിടിയായിട്ട് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ലിങ്കിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, നല്ല പ്രോഡക്റ്റാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പിടിക്കുകയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കടായിലാണെങ്കിലും ഏകദേശം 1.5 കിലോ ചിക്കനോളം വേവുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കുക. നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിട്ടാ. എന്തായാലും പുതിയ പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ടൊരു പ്രഹസനമാകാം ഇന്നത്തേത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്താണ് എല്ലാം തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഒരു ഇരുമ്പിൻ്റെ സാധനമാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതൊക്കെ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്ക്, വാങ്ങിക്കിട്ടാ. ഈ 3 പാത്രങ്ങളും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും പാത്രമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദാ കടല തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കറുത്ത കടല. അത് നമുക്ക് കുക്കറിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു ഹാഫ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരല്പം എണ്ണയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിലടുപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വയ്ക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലിരുന്ന് അങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കും, അങ്ങനെയാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു 2 ചെറിയുള്ളി, 3 കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക കേട്ടോ. ഏകദേശം തേങ്ങ ഒന്ന് സെറ്റായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് വറുത്ത് മാറ്റി വെക്കുക. അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ കടലക്കറി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുക കേട്ടോ. കടുക് ഞാൻ ലാസ്റ്റാണ് കേട്ടോ താളിക്കുന്നത്. എണ്ണ കുറച്ചും കൂടെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കടുക് ഈ ടൈമിൽ താളിച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ട് കടുക് താളിച്ചിട്ട് സവാള ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഒരു സവാള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3-4 ചെറിയുള്ളിയും 1 സ്പൂൺ കുരുമുളകും കൂടെ ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഞാൻ വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റാണ് കേട്ടോ കടുക് താളിച്ചിടുന്നത്. ഇനി ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരല്പം ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കടല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് തീ കുറച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു തേങ്ങ വറുത്തരച്ചതും ആ ഒരു കടലയും കൂടെ നല്ല രീതിയിൽ വെന്ത് റെഡിയായി വരണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കടലക്കറീൻ്റെ വേറെ ലെവൽ ടേസ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്ക്. അപ്പത്തിലേക്കും വെള്ളയപ്പത്തിലേക്കും ഇടിയപ്പത്തിലേക്കും പുട്ടിലേക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കടലക്കറിയാണ് നമ്മൾ അന്ന് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കടലക്കറി. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കടലക്കറീൻ്റെ റെസിപ്പി. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു റെസിപ്പി. അപ്പോൾ ഇതുപോലെ ഒന്ന് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ അന്നത്തെ ആ ഒരു ക്ലിപ്പാണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയണേ. സിമ്പിളാണ്, കുറച്ച് പ്രോസസ്സ് ഉണ്ട്, എന്നാലും സിമ്പിളാണ്, കുഴപ്പമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് പറയട്ടാ. അപ്പോൾ എന്തായാലും അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തീരുമാനം എടുത്തത് ആയതുകൊണ്ട് തന്നെ
പ്രിപ്പറേഷനുള്ള സമയമൊന്നും കിട്ടിയില്ല. തലേന്നേ ഒന്നും ചെയ്ത് വെക്കാനൊന്നും പറ്റിയില്ല. രാവിലെയാണ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത് നമുക്കിന്ന് അവിടെ പോകാമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇവിടെ ഉള്ളത് പാലും അതുപോലെ ചൈന ഗ്രാസ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ സിമ്പിൾ ഒരു പിസ്ത പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ട്. അതും നമ്മളുടെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു പാത്രം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ പെട്ടെന്ന് വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് തണുത്ത് കിട്ടും. ഇപ്പം മഴയെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഇന്നൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ സാധാരണ എല്ലാ പ്രാവശ്യവും ജൂൺ 1, 2 നല്ല മഴയായിരിക്കും. ഇത്തവണ എന്തായാലും ജൂൺ 1, 2 അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ ഉമ്മിക്കും വാപ്പിക്കും വേണ്ടിയിട്ട് ഞാനിവിടെ മോര് കറി, അതുപോലെ പാവയ്ക്ക തീയലും, പിന്നെ പരിപ്പും അതുപോലെ വാഴയ്ക്കയും കൂടെ കറി വെച്ചതും കൂടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. ഞാനും ഹാദക്കുട്ടനുമാണ് പോകുന്നത്. ഇക്ക അവിടെ നിന്ന് ഇക്ക ഓഫീസിലേക്ക് പോവാണ്. ഇക്കയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളാക്കിയിട്ട് പോയി. ഞാൻ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. ആദ്യം കുട്ടികളൊക്കെ ഇരുന്ന് കഴിച്ചു. മന്തി ആയിരുന്നു കേട്ടോ. മന്തിയും കോക്കക്കോളയും പിന്നെ സ്നാക്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർ പോയിരുന്ന് കളിച്ചാലല്ലേ ഞങ്ങൾക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ 5 പേരും കൂടി ഇരുന്നിട്ട് ഫുള്ള് കത്തിവെക്കലായിരുന്നു കേട്ടോ. ഏകദേശം 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പിന്നെ പുഡിംഗ് ഒക്കെ കഴിച്ചു. ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പുഡിംഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഒരു വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളിതാ പോകാനൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു ഞാൻ ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും. വെക്കേഷൻ ആയതുകൊണ്ട് ഞാനൊഴിച്ച് എല്ലാവരും പിന്നെ അവരവരുടെ വീടുകളിൽ വന്നപ്പോഴാണ് കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഡിഗ്രി എടുത്തത് കാരണമാണ് ഇവിടുത്തെ കൂട്ടുകാരൊക്കെ ആയത്. ഇവരെല്ലാവരെയും കെട്ടിച്ച് വേറെ സ്ഥലത്ത് വിട്ടതാണ്. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും തിരിച്ച് വീടുകളിൽ വരും. ആ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ കൂടുന്നത്. നല്ല മഴയായതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടി ഓട്ടോയിലാണ് വന്നത്. അതിടക്ക് വെച്ച് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ കുറേ നേരം ഇറങ്ങി നിന്നൊക്കെയാണ് എത്തിയത്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാനിതാ രാവിലത്തേക്ക് എടുത്ത് വെച്ചിരുന്ന ഓവർനൈറ്റ് ഓട്സും ഹാദക്കുട്ടൻ ചോക്കോസും കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ ഒരു സാലഡും ഉണ്ടാക്കി കേട്ടോ. ഇത് പിന്നെ വേറൊരു ദിവസം അനീന വന്നപ്പോൾ എടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് കുറേ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം കൂടെ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. രാവിലെ പറഞ്ഞു ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ടുമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പുഡിങ് റെഡിയാക്കി വെച്ചു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനീനാൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഡിങ്. ഇവിടെ വരുമ്പോഴത്തേക്കിനെ തന്നെ ചോദിക്കും. അപ്പോൾ ഞാനൊരു ഡേറ്റ്സും മാങ്കോ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു പുഡിങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ആദ്യം ഡേറ്റ്സിൻ്റെ ക്രീം ഒഴിച്ചു. പിന്നെ വനില ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോ ക്രീം ഒഴിച്ചു. അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ സെറ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ എടുക്കണ്ടല്ലോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ പിന്നെ ഗ്ലാസ് മാത്രം കഴുകിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഈ പുഡിങ്ങിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ചോറൊക്കെ അടുപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ അടുത്ത പരിപാടികളിലേക്ക് കടന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മോന് വീട്ടിൽ പോയേക്കാണ് കേട്ടോ. ഈ ഒരു ദിവസം മോന് വീട്ടിൽ പോയി ഒന്ന് അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവന് വേണ്ടിയിട്ടുള്ളതും ഞാൻ കരുതിയിട്ടുണ്ട് കേട്ടോ. അവനും കൂടെ ഉള്ളത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവൻ വരുമ്പോഴത്തേക്കിനും കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാനിതാ നമ്മുടെ വാനില ക്രീം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പെരുന്നാളിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു പുഡിംഗ് റെസിപ്പി ആയിരുന്നു ഇത്. അതെടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇത് ഇടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ റെസിപ്പി ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് നോക്ക്, അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ഈ മാങ്ങയുടെയൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ. സിമ്പിളായിട്ട് നമ്മൾ കോൺഫ്ലോർ കലക്കിയിട്ട് മാങ്ങ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാണ് മാംഗോ ക്രീം. നമ്മൾ മാങ്ങ പൾപ്പും അതുപോലെ പഞ്ചസാരയും ക്രീമും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാംഗോ ക്രീമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കിനും നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നവർ അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്ക്. മധുരമല്ല, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരുമാതിരി നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഒരു വനിലാൻ്റെ ആ ഒരു ക്രീമും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. മേളിൽ കുറച്ച് മാങ്ങയും കൂടെ ഓരോ മാങ്ങാ പീസും കൂടെ വെച്ച് കൊടുത്തു. ഇനി ചോറിൻ്റെ കറികൾ: ചോറ്, മീൻ പൊരിച്ചത്, ചെമ്മീൻ ഫ്രൈ, ഇത് നമ്മുടെ താളാണ് കേട്ടോ. താള തോരൻ വെച്ചത്, പാവയ്ക്ക മെഴുക്ക്
മെഴുക്കുവരട്ടി, മോര് കറി, പിന്നെ കോവയ്ക്കയും ക്യാബേജും കൂടെ മെഴുക്കുവരട്ടിയത്, ഉപ്പുമാങ്ങ, പിന്നെ കുക്കുംബറിൻ്റെ ഒരു പച്ചടിയും കൂടെ ഉണ്ടാക്കി, മീൻകറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനീന ഇന്ന് വന്നപ്പോൾ കേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്, ഹാദുക്കുട്ടന് വേണ്ടിയിട്ട്. ഹാദുക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനീന വന്നപ്പോൾ കേക്കും ഹാദുക്കുട്ടന് ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ക്യാരം ബോർഡാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വരുമ്പോൾ ഹാദുക്കുട്ടൻ ഇത് ക്യാരം ബോർഡ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും അത് കളിക്കുന്ന കാരണം വലുതൊരെണ്ണം കൊണ്ടുവന്നതാണ്. ഹാദുക്കുട്ടനിലൊരു ചെറുതാണ് ഇരിക്കുന്നത് കേട്ടോ, ഒരു റോസ് കളറിലൊരു കുഞ്ഞ് സംഭവമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലുതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാദുക്കുട്ടൻ അങ്ങനെ ആ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു. എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കേക്കൊക്കെ മുറിക്കുന്നത്. മെയ് 11-നായിരുന്നു ബർത്ത്ഡേ. കേക്ക് മുറിച്ചത് ഈ അടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കഴിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എന്തായാലും ഇൻഡസ് വാലിയുടെ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ പാത്രങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പാത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അതുപോലെ കടലക്കറി ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.